ശ്രീ ജോർജ് ജോസഫ്, ആ, ഉള്ളടക്കത്തിന് എതിരെയായിരുന്നു ആദ്യ വിമർശനമെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഗൗരവതരമായ വിമർശനമാണ് RSS മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, സാമ്പത്തിക ഇടപാടുകളിൽ സംശയമുണ്ട്. രണ്ട്, ഭീകര സംഘടനയായ LTTEയുമായി ഗോകുലം ഗോപാലിന് ബന്ധമുണ്ട്. പ്രതികരണം. അല്ല, നമുക്ക് അതിന്റെ തുടക്കത്തിൽ ഇത്ര ഒന്നും സംശയം തോന്നിയിരുന്നില്ല. പക്ഷെ ഇപ്പോഴും EDയുടെ അന്വേഷണവും അതുപോലെ ആ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു റെയ്ഡ് നടന്നു. അദ്ദേഹത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളും തുടക്കത്തിലുള്ള ആ ചിട്ടിയുടെ ആ സ്ഥാപനം മുതൽ കോഴിക്കോട് അവിടുത്തെ അദ്ദേഹത്തിന്റെ മാള്, കോർപ്പറേറ്റ് ഹൗസ് എല്ലാം റെയ്ഡ് നടന്നു. അപ്പം ഇപ്പൊ അതിന് വരുന്നത് ഫെമ ആക്ട് പ്രകാരം ഒരു 1000 കോടിയുടെ രൂപയുടെ ഇടപാട്, വിദേശ ഇടപാട് ഉണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിലേക്കാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ അവസാന നിമിഷത്തിൽ ഈ എമ്പുരാനെ പുള്ളി ഫൈനാൻസ്, തുടക്കത്തിൽ പുള്ളിയല്ല പ്രൊഡ്യൂസർ, ലാസ്റ്റ് നിമിഷത്തിൽ പുള്ളി അതിനകത്ത് 200 കോടി രൂപ എടുത്തെങ്ങാണ്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ് അങ്ങനെ വന്നത്? ബ്ലാക്ക് വൈറ്റ് ആക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ? അപ്പൊ അതൊക്കെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അത് എല്ലാം വെട്ടിലായി. ആ എമ്പുരാനിലെ പോയി കൈവച്ച് കൊടുത്തത് വെട്ടിലായി. കാരണം അന്വേഷണം കൂടുതൽ മേഖലയിലും വാങ്ങിക്കുന്നുണ്ട്, അത് വ്യാപിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഫെമ ആയിട്ടുള്ള ഒരു ഒഫൻസിനകത്ത് പുള്ളിയുടെ പറ്റി ഇങ്ങനെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് 1000 കോടി വിദേശത്തിലേക്ക് കടത്തിയെന്നും അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഫണ്ട് വന്നു എന്നൊക്കെ ഒരു ഷെയ്ഡി ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ കണ്ടെത്തിയിട്ടുണ്ട്. EDയും അതുപോലെ തന്നെ SFIO എല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി ചുറ്റി മാത്രമല്ല, അദ്ദേഹത്തിന്റെ വരുമാനം ഇന്ത്യക്കകത്തോ അല്ലെങ്കിൽ വിദേശത്തകത്തോ നിന്നൊക്കെ ഉണ്ട്, വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ലോകത്ത് എവിടെ പോയി കെട്ടിടം വാങ്ങിച്ചാലും എത്ര 1000 കോടി രൂപ ലോകത്ത് പൈസ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഉണ്ടാക്കിയാലും ശരി, അതിന്റെ കണക്ക് ഇന്ത്യയിൽ കാണിച്ചേ പറ്റുള്ളൂ. ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഇന്ത്യയുടെ അദ്ദേഹത്തിന്റെ ഇൻകം, വിദേശത്തുള്ള ഇൻകം, വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പലരും അങ്ങനെ ദുബായ്, അബുദാബിയിലൊക്കെ പോയി പലരും കൊട്ടാരങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ പക്ഷേ ആ ഒരു ഇന്ത്യയിലെ ആ കണക്ക് ബോധിപ്പിക്കാൻ ബാധ്യസ്ഥ അല്ല അവിടുത്തെ സിറ്റിസൺ ആകാം. അവിടുത്തെ സിറ്റിസൺ ആയ കുഴപ്പമില്ല, ഇന്ത്യൻ സിറ്റിസൺ ഒഴിച്ചു പോയാൽ കുഴപ്പമില്ല. ഇന്ത്യക്കാരായ ലോകത്ത് എവിടെ പോയി സ്വത്തുണ്ടാക്കിയാലും, ഏത് കെട്ടിടം വെച്ചാലും, എത്ര പണം ഉണ്ടാക്കിയാലും, ആയിരക്കണക്കിന് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നാൽ കണക്ക്, അതിന്റെ ഇൻകം കാണിക്കാൻ ഇന്ത്യക്കാരൻ ഇന്ത്യയിൽ കാണിക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിന് ഘടകവിരുദ്ധമായിട്ട് 1000 കോടിയുടെ ഫോറിൻ മണിയുടെ അല്ലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒക്കെ ചില ട്രാൻസാക്ഷൻസ് നടന്നതായിട്ടാണ് ഇപ്പം കണ്ടെത്തിയിരിക്കുന്നത്. അത് വളരെ ഫെയ്റ്റിലാണ്, അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾക്ക് വളരെ ഫെയ്റ്റിലാണ്. അത് ഈ എമ്പുരാനെ തൊട്ടുകൊണ്ടാണെന്ന് ഞാൻ പറയും. അപ്പം ഇതൊക്കെയാണ് ഇന്ത്യൻ നിയമങ്ങൾ. അത് മറച്ചു വെച്ചുകൊണ്ട് ഏത് പാർട്ടിക്കാരനായാലും ശരി, ഏത് സംഘടനക്കാരായാലും ശരി, ഏത് മതസംഘടനക്കാരായാലും ശരി, അത് ഇന്ത്യയിൽ നടക്കില്ല. കാരണം നമ്മളുടെ രാജ്യത്തിന്റെ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ ഇവരെല്ലാം നിന്നേ പറ്റുള്ളൂ. ആ രാജ്യത്തിന്റെ അഖണ്ഡതയെ മുഴുവൻ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഓരില്ല. അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം ഒഴിച്ചിട്ട് ഇപ്പം ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യൻ പൗരത്വം ഒഴിച്ച് വിദേശത്തൊക്കെ പോയവരെല്ലാം വിഷമിക്കുന്നുണ്ട് ധാരാളം. ഇവിടെയുള്ള ആ സ്വാതന്ത്ര്യം ഒന്നും വിദേശത്തെങ്കിലും ലഭിക്കില്ല. ഇവിടെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം കണക്കെല്ലാം ബോധിപ്പിച്ചാൽ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഷെയ്ഡി ട്രാൻസാക്ഷൻ നടത്തി വിദേശത്തായാലും വേറെ ഏത് രാജ്യത്ത് നടത്തിയാലും ശരി, അത് ഡിസ്ക്ലോസ് ചെയ്യാൻ ഇവര് ഇന്ത്യയുടെ ഭരണാധികാരികൾ അല്ലെ ഏജൻസികളുടെ മുമ്പിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ ഇവർ ബാധ്യസ്ഥരാണ്. അപ്പൊ അങ്ങനെ ഒരു ഷെയ്ഡി ട്രാൻസാക്ഷൻ 1000 കോടിയുടെ അടുത്ത് വിദേശത്ത് നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പം ഫെമയ്ക്ക് കിട്ടിയിരിക്കുന്നതാണ്. നമ്മൾ അതിനെപ്പറ്റിയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതായത് ഇന്നലെ 14 മണിക്കൂറായിരുന്നു സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടന്നത്. അദ്ദേഹത്തെ 7-7.5 മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നോർക്കണം. അതായത് കാര്യമില്ലാതെ ഇത്ര നേരം റെയ്ഡും ചോദ്യം ചെയ്യലും ഒക്കെ ഉണ്ടാകുമോ സർ? അതാ ഞാൻ പറഞ്ഞത്, അത് എമ്പുരാന്റെ ഇത് വെച്ചിട്ടാണ് എല്ലാവരും കണക്ക്. അങ്ങനെ അല്ലാതെ എമ്പുരാൻ അതൊരു ഭാഗമാണെന്നേ ഉള്ളൂ. അപ്പൊ അത് വേറെ ഷെയ്ഡി ട്രാൻസാക്ഷൻ ഉണ്ട്. എത്രയോ നാളും ഉള്ള വരുമാനം, എത്രയോ സ്ഥാപനങ്ങളുണ്ട് അദ്ദേഹത്തിന് ഇന്ത്യയിലെ പല സ്ഥലങ്ങളും, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയില്. അപ്പൊ അതിന്റെയൊക്കെ ഇൻകങ്ങൾ എങ്ങോട്ട് പോയി? ഇന്ത്യക്ക് വെളിയിലേക്ക് പോയി. വെളിയിൽ ഒരു 7000 രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റോ ട്രാൻസാക്ഷനോ ഇന്ത്യക്ക് വെളിയിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ അക്കൗണ്ട് പ്രോപ്പർ അല്ല. അതാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. അതുകൊണ്ട്
ഗോകുലം ഗോപാലൻ അതുപോലുള്ള സ്ഥാപനങ്ങൾ വളരെയധികം ഇന്ത്യയിലുണ്ട്. അത് അവരൊക്കെ സൂക്ഷിക്കുക. ഇതൊരു പാഠമാകട്ടെ. കാരണം ഇത്രയും വലിയൊരു സ്ഥാപനവും ഇത്ര ആയിരക്കണക്കിന് എംപ്ലോയീസും ഉള്ള സ്ഥലത്ത് ഇവരുടെ ഇങ്ങനെയുള്ള ചില ഷെയ്ഡി ട്രാൻസാക്ഷൻ ആ സ്ഥാപനം തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് അത് ഒത്തിരി ജീവനക്കാർ സഫർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ. കാരണം 14 മണിക്കൂർ ചോദ്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചെന്നൈയിൽ അദ്ദേഹത്തിന്റെ വീട് കോടാമ്പാക്കത്തെ ഓഫീസുകള്, അദ്ദേഹത്തിന്റെ റെസിഡൻഷ്യൽ ഹൗസ് അവിടുത്തെ, അതുപോലെ ഇവിടെ വടകരയിലുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബ വീടുണ്ട്, കോഴിക്കോട് അദ്ദേഹത്തിന്റെ 3-4 ഗ്രാൻഡ് ഹോട്ടൽ പോലെ ഒരു വലിയ സമുച്ചയങ്ങൾ തന്നെയുണ്ട്, കൊച്ചിയിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ അദ്ദേഹത്തിന്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം പറയാൻ 14 മണിക്കൂറൊന്നും പോരാന്ന് എനിക്ക് തോന്നി. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവും, കൂടുതൽ കണക്ക് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ചാർട്ടേഡ് അക്കൗണ്ട് ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വലിയൊരു സാമ്രാജ്യത്തിന്റെ ഉടമയാണ് അദ്ദേഹം. അത് ഈ സിനിമാ മേഖലയിൽ വന്ന് അവിടെയുള്ള ഈ തറ ഇടപാടിനകത്ത് വന്ന് പങ്കുചേർന്നതോടുകൂടിയാണ് ഈ ശരിദശ തുടങ്ങിയത്. അദ്ദേഹത്തിന് നേരത്തെ മുതൽ സിനിമാ മേഖലയിൽ പ്രൊഡ്യൂസർ ഉള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ധാരാളം ഉണ്ട്. അതുകൊണ്ട് ഇതൊരു പാഠമായിട്ട് ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ഇതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക്.